This call is now being recorded. Okay. So, Newman projection plan. R&S configuration simple. That's Newman projection Fisher load to convert So, a system. Okay, this is RLS കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. നിങ്ങൾക്ക് ഒന്നെങ്കിൽ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം അല്ലെങ്കിൽ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. എനിത്തിങ് യു ക്യാൻ ഡു. എങ്ങനെ ചെയ്താലും നിങ്ങളുടെ ഉത്തരം കറക്റ്റ് ആയിരിക്കും. ഇതിനെ എക്ലിപ്സ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇവിടെ ഉള്ളൂ. സോ കൺവേർട്ട് ഇൻ ടു എക്ലിപ്സ്. ഇതിനെ എക്ലിപ്സ് ചെയ്യുക. കൺവേർട്ട് ടു എക്ലിപ്സ്. അത് എക്ലിപ്സ് ആക്കുക. കാരണം സ്റ്റാഗേർഡ് ഫോം ആണ്. ഇത് സ്റ്റാഗേർഡ് ആയതുകൊണ്ട്. അപ്പോൾ എക്ലിപ്സ് ചെയ്യാം. അപ്പൊ ഞാൻ എക്ലിപ്സ് ചെയ്യാണ്. സോ ഫ്രണ്ട് കാർബണെ ഫിക്സ് ചെയ്ത് ബാക്ക് കാർബണെ റൊട്ടേറ്റ് ചെയ്യാണ്. സോ ഫ്രണ്ട് കാർബണെ ഫിക്സ് ചെയ്ത് ഞാൻ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാട്ടോ. ഇറ്റ്സ് യുവർ ചോയ്സ്. അപ്പോൾ 2 COH അടുത്തടുത്ത് വരും. പിന്നെ ഇവിടെ എച്ചിന്റെ അവിടെ OH വരും. ഈ OHന്റെ അവിടെ H വരും. അപ്പോൾ എക്ലിപ്സ് ആയി. ഇനി ഡയറക്റ്റ് ഇതിന്റെ താഴെ ഫിഷർ വരയ്ക്കാം. നമ്മൾ ആദ്യമേ ചെയ്തതാണ്. സോ COOH HOH COOH OH H. ഇനി എന്ത് കണ്ടുപിടിക്കുക? ഫൈൻഡ് RS. നമ്മൾ ചെയ്തതല്ലേ? നമ്മൾ ചെയ്തതാണ്. ചെയ്യണ്ടല്ലോ അല്ലെ? ഫിഷർ നമ്മൾ ചെയ്തതാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. Okay, so next one. Homework ചെയ്തോളല്ലേ? എളുപ്പല്ലേ? homework. മീഥൈല് ബ്രോമിൻ ഹൈഡ്രജൻ OH COOH ചെയ്യട്ടോ. അപ്പൊ നമ്മൾ എക്ലിപ്സ് ചെയ്യുക, ഫിഷറിലോട്ട് മാറ്റാം, എന്നിട്ട് ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഫ്രണ്ട് കാർബണെ ഫിക്സ് ചെയ്തിട്ട് ബാക്ക് കാർബണെ 60 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം, 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാം. ഒരു പ്രശ്നവുമില്ല. എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും ഫിഷർ എക്ലിപ്സ് ആവും. എന്നിട്ട് ഫിഷറിലോട്ട് മാറ്റാം, എന്നിട്ട് RLS കണ്ടുപിടിക്കുക. ഓക്കെ, ഞാൻ ഓപ്ഷൻസ് തരാം. ഹോംവർക്സ് എല്ലാവരും ചെയ്തോളൂ, സീരിയസ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവസാന എക്സാമിനേഷൻ അത് നന്നായിട്ട് ഇഫക്റ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒന്നും നിസ്സാരമായിട്ട് കാണരുത്. ഹോംവർക്സ് എല്ലാം പറയുമ്പോൾ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയച്ചു തരാം. നിങ്ങൾ ചെയ്യാതിരിക്കുമ്പോൾ നിങ്ങളോട് തന്നെയാണ് നിങ്ങൾ അനീതി കാണിക്കുന്നത്, ഞങ്ങളോട് കാണിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്. കാരണം നമ്മൾ ഫീസൊക്കെ തന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് ചെയ്തില്ലെങ്കിൽ കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. അപ്പോൾ കുറെ പേര് ചെയ്യുന്നുണ്ട്, കുറെ പേര് ചെയ്യുന്നില്ല. അപ്പോൾ സമയം കണ്ടെത്തി ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ന്യൂമാൻ പ്രൊജക്ഷൻ. നൗ സോഹോൾസ് പ്രൊജക്ഷൻ. ഇത് ഇത്രയൊക്കെ ഉള്ളൂ. സോഹോൾസ് പ്രൊജക്ഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഫിഷറിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു സോഹോൾസ് ഫോമിലാണ് അവർ R&S ചോദിച്ചിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് convert into what we call Fisher. ഇപ്പോ COOH HOH COOH HOH ഇത് സോഹോൾസ് ഫോമിലാണ് തന്നിരിക്കുന്നത്. സോ നമ്മൾ ഇത് എക്ലിപ്സ്ഡ് സ്റ്റാഗേർഡ് ഫോം ആണ്. അപ്പോൾ സ്റ്റാഗേർഡ് ഫോമിന് നമ്മൾ ആദ്യം തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺവേർട്ട് ടു എക്ലിപ്സ്.
സോഹോഴ്സിൽ നമ്മൾ എക്ലിപ്സിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരു കാർബണെ ഫിക്സ് ചെയ്യുക, മറ്റേ കാർബണെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുക. അപ്പൊ ഫ്രണ്ട് കാർബണെ ഫിക്സ് ചെയ്തു, ബാക്ക് കാർബണെ 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തു. സോ COOH HOH COOH OH ആൻഡ് H. ഇത് എക്ലിപ്സ് ആയി. ഇനി എന്ത് ചെയ്യാം? ഇതിന് ഫിഷറിലോട്ട് കൺവേർട്ട് ചെയ്യാം. സോ നമുക്കറിയാലോ, തൊട്ട് താഴെ നമ്മൾ ഫിഷർ വരയ്ക്കുക. ഫ്രണ്ട് കാർബൺ COOH, ലെഫ്റ്റിൽ ഹൈഡ്രജൻ, റൈറ്റിൽ OH, ബാക്ക് കാർബണിലും COOH, ലെഫ്റ്റിൽ OH, റൈറ്റിൽ ഹൈഡ്രജൻ. ദെൻ ഫൈൻഡ് RS. നിങ്ങൾ RS കണ്ടുപിടിക്കാം. ചെയ്തോളില്ലേ? എളുപ്പല്ലേ? സോഹോഴ്സ് മോഡൽ തന്നു കഴിഞ്ഞാലും പ്രശ്നമില്ല, ഫിഷറിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ചെയ്യാം. കേട്ടോ? ഓക്കെ. നൗ മോണോസൈക്ലിക് സിസ്റ്റം. RS ഫോം മോണോസൈക്ലിക് സിസ്റ്റം. സോ മോണോസൈക്ലിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ലെറ്റ്സ് ഡ്രോ this structure. അവ എങ്ങനെ തന്നിട്ടുണ്ട്? ഓക്കെ. സോ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ആ സ്ട്രക്ചറിൽ നിങ്ങൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുക. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3. 1 2 3 കോൺഫിഗറേഷൻ എന്താ? 1 2 3 കോൺഫിഗറേഷൻ 1 2 ആന്റി ക്ലോക്ക് വൈസ് എസ് ആണ്. ഫോർത്ത് എവിടെ കിടക്കണം? ബോട്ടം ഫേസിൽ. സോ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കോൺഫിഗറേഷൻ ഈസ് എസ്. ഓക്കെ. അപ്പോൾ ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇത് ഇതുപോലെ തന്നെയാണ്, വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ പോലെ തന്നെയാണ്. അതിന് യാതൊരു ഇതുമില്ല, വെഡ്ജ് ഡാഷ് റെപ്രസെന്റേഷൻ തന്നെയാണ്. ഇത് മോണോസൈക്ലിക് ആണെന്നുള്ളൂ, വെഡ്ജ് ഡാഷ്. അപ്പൊ വെഡ്ജ് ഡാഷിൽ നമ്മൾ എന്താണോ ചെയ്തത്, സെയിം പ്രൊസീജിയർ തന്നെയാണ് നമുക്ക് ഇവിടെ വരുന്നത്. കേട്ടോ? ഒരു വ്യത്യാസവും ഇല്ലാത്ത പ്രൊസീജിയർ ആണ് ഇവിടെ വരുന്നത്. സോ ജസ്റ്റ് അവിടെ അസൈൻ ചെയ്യാം, ആ കോൺഫിഗറേഷൻ അവിടെ അസൈൻ ചെയ്യാം. ഇപ്പോ ഞാനിവിടെ നോക്കിയോ കേട്ടോ, സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നത് ലൈക്ക് ദിസ്. ദെൻ one, one. 4 സ്ട്രക്ചേഴ്സ് ഞാൻ വരച്ചിട്ടുണ്ട്. നമുക്ക് അസൈൻ ചെയ്യാം, കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാം. സോ കൈരാൾ കാർബണാറ്റ് നമ്മളിവിടെ കണ്ടു. സോ ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി. ഫസ്റ്റ് പ്രയോറിറ്റി, സെക്കൻഡ് പ്രയോറിറ്റി, തേർഡ് പ്രയോറിറ്റി അല്ലേ? ഫസ്റ്റ്, ദെൻ ഫസ്റ്റ്, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്. ദെൻ ഇവിടെ വരുമ്പോഴും ഫസ്റ്റ്, ദെൻ സെക്കൻഡ്, ദെൻ തേർഡ്. നമ്മൾ പ്രയോറിറ്റി എല്ലാത്തിലും അസൈൻ ചെയ്തു. ദെൻ കോൺഫിഗറേഷൻ നോക്കി. 1 2 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്? ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ആന്റി ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ക്ലോക്ക് വൈസ് ആണ്, ഇവിടെ ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ എസ് എന്ന് എഴുതണം, എസ് എന്ന് എഴുതണം. ക്ലോക്ക് വൈസ് ആകുമ്പോൾ 6 എന്ന് എഴുതണം, 6 എന്ന് എഴുതണം. ഇനി ഞാൻ ഫോർത്ത് പ്രയോറിറ്റിയുടെ പൊസിഷൻ നോക്കി. ഫോർത്ത് പ്രയോറിറ്റി ആദ്യത്തെ കേസിൽ ബോട്ടം ഫേസ് ആണ്, കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ട. രണ്ടാമത്തെ കേസിൽ ടോപ്പ് ഫേസ് ആണ്. അപ്പൊ ടോപ്പ് ഫേസിൽ നിന്ന് ബോട്ടം ഫേസിലോട്ട് പോകണമെങ്കിൽ കോൺഫിഗറേഷൻ ചേഞ്ച് ആവും അല്ലേ? ടോപ്പ് ഫേസിൽ നിന്ന്, കാരണം നമുക്കറിയാലോ, നമ്മൾ വെഡ്ജ് ഡാഷ് പ്രസന്റേഷൻ ഇങ്ങനെ പറഞ്ഞിരുന്നു അല്ലെ? ഒരു ബോട്ടം ഫേസ് ആണെങ്കിൽ അതിന്റെ തൊട്ടപ്പുറത്തായിരിക്കും ടോപ്പ് ഫേസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫോർത്ത് പ്രയോറിറ്റി ടോപ്പ് ഫേസിലൊക്കെ എടുക്കുന്നത്. അപ്പൊ ടോപ്പ് ഫേസിൽ നിന്ന് കക്ഷിക്ക് ബോട്ടം ഫേസിലോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ഓഡ് എക്സ്ചേഞ്ച് അല്ലെ? സിംഗിൾ എക്സ്ചേഞ്ച് ആണ് വരുന്നത്, ഓഡ് എക്സ്ചേഞ്ച് ആണ് വരുന്നത്. അപ്പോ അതെന്തായിട്ടുണ്ടാവും? 6 ആയിട്ടുണ്ടാവും. ഇനി ഇവിടെ നോക്കിയേ, 6 കിട്ടിയത്, ഫോർത്ത് ഇവിടെ ടോപ്പ് ഫേസിലാണ്. അപ്പൊ 6 എന്തായിട്ടുണ്ടാവും? 6 എസ് ആയിട്ടുണ്ടാവും. ഇവിടെ ഫോർത്ത് ബോട്ടം ഫേസിൽ തന്നെയാണ്, അപ്പൊ 6 തന്നെയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾ നോക്കിയേ എന്തായിരിക്കും വരാം? ദാറ്റ് ഈസ് ദിസ് ഈസ് എ, നൗ ദിസ് ഈസ് ബി, നൗ ദിസ് ഈസ് സി, നൗ ദിസ് ഈസ് ഡി. സോ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി? What is the relationship between A and B?
What is the relationship between A and Z? What is the relationship between B and Z? What is the relationship between... Okay, ഇത് വേണമെങ്കിൽ നോക്കാം. What is the relationship between C and D? What is the relationship between A and D? What is the relationship between ഏതുള്ള എയും ഡിയും, എയും സിയും, ബിയും ഡിയും, ബി ആൻഡ് ഡി? നോക്കിയേ, എയും ബി എന്താ റിലേഷൻഷിപ്പ്? എയും ബിയും എസും ആറും ആണ്. സോ ദേ ആർ enantiomers. അല്ലേ? ബാക്കിയൊക്കെ കറക്റ്റ് അല്ലേ? ബാക്കിയൊക്കെ കറക്റ്റ് ആണ്. സോ ദേ ആർ enantiomers. കാരണം അത് ഐസോമേഴ്സ് ആണ്, അപ്പൊ അതിന് മാറ്റമൊന്നുമില്ല. സോ ദേ ആർ enantiomers. എന്താ പറയാ, ബോണ്ടിങ് കണക്ടിവിറ്റി ഒക്കെ സെയിം ആണ്, സ്റ്റീരിയോ കെമിസ്ട്രിയിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. ഓക്കെ, then what is the relationship between A and C? A and C എന്ന് പറയുമ്പോൾ they are identical. They are identical. What is the relationship between B and C? They are enantiomers. What is the relationship between C and D? Enantiomers. What is the relationship between A and D? Yeah, enantiomers. What is the relationship between B and D? Identical. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? Okay. Then question number 3. OH, H, NH2. So we had to assign the configuration at these carbons. ഈ കാർബൺസിൽ നമുക്ക് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ കാർബൺ ഉണ്ടല്ലോ, അതിൽ OH എങ്ങനെ കിടക്കണേ? OH കിടക്കുന്നത് അപ്വേർഡ് ആണ്. അപ്പൊ നമുക്ക് OH-നെ ടോപ്പ് ഫേസിൽ ഇടാം. NH2 കിടക്കുന്നത് ഡൗൺവേർഡ് ആണ്. അപ്പൊ NH2-നെ എനിക്ക് ബോട്ടം ഫേസിൽ ഇടാം. അവര് തന്ന സ്ട്രക്ചറിൽ കേട്ടോ, ഒരു മാറ്റം വരുത്തരുത്. അപ്പൊ ആ രണ്ട് കാർബൺ ആറ്റത്തിൽ നമുക്ക് ഇങ്ങനെ ഇടാം. ഇനി നമുക്ക് അസൈൻ ചെയ്യാൻ എളുപ്പമല്ലേ? So first priority goes to OH, second priority goes to here, third priority goes to here. 1, 2, 3 configuration S ആണ്. ഫോർത്ത് പ്രയോറിറ്റി ബോട്ടം ഫേസിലാണ്. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, കോൺഫിഗറേഷൻ ഒന്നും ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഇല്ല. ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി NH2, സെക്കൻഡ് പ്രയോറിറ്റി ഹിയർ, തേർഡ് പ്രയോറിറ്റി ഹിയർ, ദെൻ 1, 2 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, 6 ആണ്. പക്ഷെ ഫോർത്ത് എവിടെ കിടക്കണേ? ടോപ്പ് ഫേസിലാണ്. അപ്പൊ കോൺഫിഗറേഷൻ ചേഞ്ച് ആവും. സോ SS കോൺഫിഗറേഷൻ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പൊ ഞാൻ ഓപ്ഷൻസ് എഴുതാം. സോ വാട്ട് വിൽ ബി ദ കറക്റ്റ് ഓപ്ഷൻ? അറിയാം, SS ആണ് കിട്ടിയത്. സോ 1R, 2R. ഓപ്ഷൻ ബി 1S, 2S. ഓപ്ഷൻ സി ഇങ്ങനെയായിരിക്കും അവർ തരുന്നത് കേട്ടോ, 1R, 2S. ഓപ്ഷൻ ഡി 1S, 2R. സോ ആൻസർ ഈസ് എന്താ? 1S, 2S. 1S, 2S. എളുപ്പല്ലേ? അപ്പൊ നമ്മൾ അതിനെ പെർസ്പെക്റ്റീവിലോട്ട് മാറ്റാം, വെഡ്ജ് ഡാഷിലോട്ട് മാറ്റാം. വെഡ്ജ് ഡാഷിലോട്ട് മാറ്റി കഴിഞ്ഞ് സാധാരണ നമ്മൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത് അതേപോലെ തന്നെ അസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് നോക്കാം. ലൈക്ക് ദിസ്. ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ, OH. സോ ഓപ്ഷൻസ് സെയിം ഓപ്ഷൻസ് തന്നെ കേട്ടോ, സെയിം ഓപ്ഷൻസ് തന്നെ. സോ ഓപ്ഷൻസ് ഒന്നുകൂടെ എഴുതാം. 1R, 2R. ഓപ്ഷൻ ബി 1S, 2S. ഓപ്ഷൻ സി 1R, 2S. ഓപ്ഷൻ ഡി 1S, 2R. സോ അവർ തന്ന സ്ട്രക്ചർ അതേപോലെ തന്നെ വരയ്ക്കുക കേട്ടോ, ഒരു മാറ്റം വരുത്തരുത്. സോ എങ്ങനെയാണോ റിങ് അവർ തന്നിരിക്കുന്നത് അതേ ഫോർമാറ്റിൽ തന്നെ ഞാൻ റിങ് വരച്ചു. ദെൻ കൈറൽ കാർബൺ ആറ്റംസ് ഈ 2 കാർബൺ ആറ്റംസ് ആണ്. സോ ഈ 2 കാർബൺ ആറ്റംസ് ഞാൻ മാർക്ക് ചെയ്തു. അതിൽ ക്ലോറിൻ അപ്വേർഡ് ആണ്. സോ ക്ലോറിനെ ഞാൻ ടോപ്പ് ഫേസിലോട്ട് പ്ലേസ് ചെയ്തു. ബ്രോമിൻ ഡൗൺവേർഡ് ആണ്. സോ ബ്രോമിനെ ഞാൻ ബോട്ടം ഫേസിൽ ഇട്ടു. OH ഡൗൺവേർഡ് ആണ്. സോ OH-നെ ഞാൻ ബോട്ടം ഫേസിൽ ഇട്ടു. അപ്പൊ ഇനി നമുക്ക് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാം. സോ ഇവിടെ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ബ്രോമിൻ, സെക്കൻഡ് പ്രയോറിറ്റി ക്ലോറിൻ അല്ലേ?
ഫസ്റ്റ് പ്രയോറിറ്റി ബ്രോമിൻ, സെക്കൻഡ് പ്രയോറിറ്റി ക്ലോറിൻ, തേർഡ് പ്രയോറിറ്റി ഹിയർ ആൻഡ് ഫോർത്ത് പ്രയോറിറ്റി ഹിയർ. ഓക്കെ, അപ്പൊ നമുക്ക് വരുമ്പോൾ 1, 2 എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ഡിറക്ഷനിലോട്ടാണ് പോകുന്നത്. അപ്പൊ നമുക്ക് R കോൺഫിഗറേഷൻ കിട്ടും. ഫോർത്ത് ഇപ്പൊ കിടക്കുന്നത് പ്ലെയിനിലാണ്. സോ ആ പ്ലെയിനിൽ കിടക്കുന്ന ഫോർത്ത് ആദ്യം ടോപ്പ് ഫേസിലോട്ട് വരാം, ദെൻ ബോട്ടം ഫേസിലോട്ട് വരാം. അപ്പൊ E1 എക്സ്ചേഞ്ച് ആയതുകൊണ്ട് കോൺഫിഗറേഷന് ചേഞ്ച് ഒന്നുമില്ല. കോൺഫിഗറേഷൻ ഈസ് R. ഇനി ഇവിടെ നോക്കണം, OH ഫസ്റ്റ് പ്രയോറിറ്റി, രണ്ടാമത്തെ ഇങ്ങോട്ട് പോകും, മൂന്നാമത്തെ ഇങ്ങോട്ട് പോകും. സോ അഗെയിൻ ഇത് R ഓറിയന്റേഷൻ ആണ് വരുന്നത്. പക്ഷെ ഫോർത്ത് ഇപ്പൊ ടോപ്പ് ഫേസിലാണ്. അതുകൊണ്ട് ബോട്ടം ഫേസിലോട്ട് പോകുമ്പോൾ അതെന്തായിട്ടുണ്ടാവും? S ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയത് ഒന്ന് R-ഉം രണ്ടാമത്തത് S-ഉം ആണ്. ദെൻ വി ഹാവ് ടു ലുക്ക് ദ ഓപ്ഷൻസ്. അപ്പൊ ഓപ്ഷൻസിന്റെ അകത്ത് നമുക്ക് എന്ത് വരണം? R-ഉം S-ഉം വരണം. അപ്പൊ എവിടെ 1 വരും, എവിടെ 2 വരും? അപ്പൊ നമ്മൾ IUPACയുടെ റൂള് നോക്കുക. OH-നല്ലേ പ്രയോറിറ്റി വരുന്നത്. അപ്പൊ OH എന്തായിരിക്കും? 1 ആയിരിക്കും. ദെൻ സബ്സ്റ്റിറ്റ്യൂവൻസ് 2 ആയിരിക്കും. സോ 1S 2R ആണ് ഉത്തരം വരിക. 1S 2R എന്ന് പറഞ്ഞ ആദ്യത്തെ ഓപ്ഷൻ ആണ്. സോ ആൻസർ ഈസ് A. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഞാൻ ഒന്നിനും പറഞ്ഞുതരാം. വണ്ണും 2 മനസ്സിലായോ? IUPAC നമ്പറിങ്. OH-നല്ലേ പ്രയോറിറ്റി? OH അല്ല ആൽക്കഹോൾ, മറ്റേത് സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലേ? Okay, yes. Question number 5. So if they given like this, so CH3 hydrogen, OH and H. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഇതേ റിംഗ് ഇങ്ങനെ വരയ്ക്കുന്നു. ദെൻ CH3 ഇവിടെ അപ്വേർഡ് ആണ്. സോ CH3നെ ടോപ്പ് ഫേസിലിട്ട്, OH-ഉം അപ്വേർഡ് ആണ്. സോ OH-നെയും ടോപ്പ് ഫേസിൽ. ഇനി നമ്മൾ സാധാരണ അസൈൻ ചെയ്യണ പോലെ അസൈൻ ചെയ്യുക. സോ കാർബൺ കാർബൺ കാർബൺ. സോ 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും. സോ 1, 2, 3 ഓറിയന്റേഷൻ S ആണ്. ഫോർത്ത് ബോട്ടം ഫേസിലാണ്. അപ്പോൾ കോൺഫിഗറേഷന് ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ ഫസ്റ്റ് പ്രയോറിറ്റി ഓക്സിജൻ, സെക്കൻഡ് പ്രയോറിറ്റി ഹിയർ, തേർഡ് പ്രയോറിറ്റി ഹിയർ. സോ 1, 2 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിലോട്ടാണ് പോകുന്നത്. സോ ദാറ്റ് സോറി ക്ലോക്ക് വൈസ് ഡിറക്ഷൻ അല്ല, ആന്റി ക്ലോക്ക് വൈസ്. 1, 2 അല്ലേ? 1, 2 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ അഗെയിൻ അല്ല, ക്ലോക്ക് വൈസ് അല്ലേ? 1, 2 S ക്ലോക്ക് വൈസ്. സോ R. സോ ഫോർത്ത് പ്രയോറിറ്റി ബോട്ടം ഫേസിലാണ്. സോ SR. ഇനി 1R വരും, 1R വരും, OH-ന് വരും. സോ ദിസ് വിൽ ബി 1R 2S. ഓക്കെ ആണോ? അപ്പൊ നമ്മളടുത്ത് അവർ ചോദിക്കുകയാണ് ക്വസ്റ്റ്യൻ നമ്പർ 6. What is the stereochemical relationship between stereochemical relationship between these two compounds? What is the stereochemical relationship between the two compounds? അപ്പൊ നമ്മൾ നോക്കുമ്പോൾ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒന്ന് ഇങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്ട്രക്ചർ അവർ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. And this is OH, this is CH3H, and this is OH, and this is CH3H. അപ്പൊ നമ്മൾ ആദ്യത്തെ ചെയ്തതാണ്. ആദ്യത്തെ എനിക്ക് കിട്ടിയത് എന്തായിരുന്നു? ആദ്യത്തെ നമുക്ക് OH ഇത് മാറിയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇനി. ഓക്കെ, സോ ആദ്യത്തെ നമ്മൾ എങ്ങനെ ചെയ്യും? ഫസ്റ്റത്തെ OH-ന്റെ പൊസിഷൻ മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോ ദിസ് വിൽ ബി OH ഇവിടെ ടോപ്പ് ഫേസില്, OH ഇവിടെ ടോപ്പ് ഫേസില്, CH3 ഇവിടെ ടോപ്പ് ഫേസില്. ഓക്കെ, ഇനി നമ്മൾ അസൈൻ ചെയ്യാണ്. സോ 1 ഇവിടെ വരും, 2 ഇവിടെ വരും, 3 ഇവിടെ വരും. സോ 1, 2, 3 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് S ആണ്. ഫോർത്ത് ബോട്ടം ഫേസിലാണ്. അപ്പൊ കോൺഫിഗറേഷൻ ചേഞ്ച് ഒന്നുമില്ല. ദെൻ 1 ഇവിടെ വരും, ദെൻ 2 ഇവിടെ വരും, ദെൻ 3 ഇവിടെ വരും. സോ 1, 2, 3 എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്, R ആണ്.
ഫോർത്ത് ബോട്ടം ഫേസിലാണ്, കോൺഫിഗറേഷൻ ചേഞ്ച് ഒന്നുമില്ല. സോ ദിസ് ഈസ് 1s 1s 2r. സോ ദിസ് ഈസ് ദ സ്റ്റീരിയോകെമിക്കൽ നൊട്ടേഷൻ ഓഫ് ദിസ് വൺ. രണ്ടാമത്തെ ആള് നോക്കണം. സോ രണ്ടാമത്തെ ആള് എന്ന് പറയുമ്പോൾ എനിക്ക് ഇവിടെ OH ടോപ്പ് ഫേസിലാണ്, ഇവിടെ CH3 ടോപ്പ് ഫേസിലാണ്. ഓക്കെ, സോ നമുക്ക് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. സോ 1 2 3 കോൺഫിഗറേഷൻ ഈസ് 6. ഫോർത്ത് അവിടെ ബോട്ടം ഫേസിലാണ്, അപ്പൊ അതുകൊണ്ട് ചേഞ്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ദെൻ ഇവിടെ വരുമ്പോൾ ദിസ് വിൽ ബി 1 ആൻഡ് ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 3. സോ 1 2 3 കോൺഫിഗറേഷൻ എസ് ആണ്, ഫോർത്ത് പ്രയോറിറ്റി ബോട്ടം ഫേസിലായതുകൊണ്ട് കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യേണ്ട. സോ ഇവിടെ എനിക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 1R 2S ആണ്. സോ വാട്ട് ഈസ് ദ സ്റ്റീരിയോകെമിക്കൽ റിലേഷൻഷിപ്പ് എന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ 1S 2R ആണ്. സോ ഇവിടെയോ 1R 2S ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് എന്താ നമുക്ക് കിട്ടുന്നത്? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ വരാ? എനാൻഷ്യോമസ്. സോ they are enantiomers കേട്ടോ. സോ റിലേഷൻഷിപ്പ് എന്താ? റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് enantiomeric ആയിരിക്കും, enantiomers ആയിരിക്കും. ഓക്കെ, ഹോംവർക്ക് തരട്ടെ? ചെയ്യോ? ഓക്കെ, സോ NH2 COOH HCl SH COCl ചെയ്യട്ടോ. എഴുതിരുത്തില്ലേ? സോ 1 2 3 കോൺഫിഗറേഷൻ ഏതാണെന്ന് അസൈൻ ചെയ്യാം കേട്ടോ. 1 2 3 ഏതായിരിക്കും 1? ഏതായിരിക്കും 1? COH ഉള്ള കാർബൺ കേട്ടോ. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 3. യെസ്. ഓക്കെ, സോ നമ്മൾ നെക്സ്റ്റ് സിസ്റ്റം. ഇപ്പോ ഇത് ഏതായിരുന്നു നമ്പർ? ഓർമ്മയുണ്ടോ? 5 അല്ലേ? അഞ്ചാമത്തെ മോഡല്. സോ സിക്സ്ത് മോഡൽ and that is bicyclic system. So bicyclic system normally അവരിങ്ങനെയായിരിക്കും നമുക്ക് തരാം. അതായത് 2 റിങ്സ് ഇങ്ങനെ ഫ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോം. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് അവര് സിസ് തരാം, അതേപോലെ ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ് തരാം. ഇതേപോലെ ഈ രീതിയിൽ തരാം. ഇനി അത് കൂടാതെ ബാക്കിയുള്ള സ്ഥലത്തും അവര് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാനായിട്ട് പറയും കേട്ടോ. അപ്പൊ ഇതാണ് ബൈസൈക്ലിക് സിസ്റ്റത്തിന്റെ മോഡൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. സോ ക്വസ്റ്റ്യൻ, സോ ഇവിടെ ഹൈഡ്രജൻ ടോപ്പ് ഫേസിലെ, ഇവിടെ ബ്രോമിൻ ബോട്ടം ഫേസിലെ, ഇവിടെ OH ബോട്ടം ഫേസിലെ, ഇവിടെ NH2 ടോപ്പ് ഫേസിലെ. ഇവിടെ കൈരാൽ കാർബണാറ്റ് ഉണ്ട്, ഇവിടെ കൈരാൽ കാർബണാറ്റ് ഉണ്ട്, ഇവിടെ കൈരാൽ കാർബണാറ്റ് ഉണ്ട്. സോ 3 സ്ഥലത്ത് നമുക്ക് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യണം.
ഇതിന്റെ നമ്പറിങ് എങ്ങനെയായിരിക്കും? IUPAC നമ്പറിങ് എങ്ങനെയായിരിക്കും? അതായത് ആ കൈരാൽ കാർബൺ ആറ്റത്തിന്റെ നമ്പറിങ് പൊസിഷൻ എവിടേക്കായിരിക്കും വരാം? നമുക്ക് അറിയണ്ടേ? ആർക്കെങ്കിലും പറയാൻ പറ്റും നമ്പറിങ് എവിടെ നിന്ന് വരണമെന്ന്? നമ്മൾ ബൈസൈക്ലിക് സിസ്റ്റം, ഈ സിസ്റ്റം നമ്പറിങ് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? നമ്പറിങ് ബ്രിഡ്ജ് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? ബ്രിഡ്ജ് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ 2 ബ്രിഡ്ജ് ഹെഡ് ഉണ്ട്. പിന്നെ നമ്മൾ നമ്പറിങ് പോകേണ്ടത് എങ്ങനെയാ? ലോങ്ങസ്റ്റ് പാത്തിൽ കൂടെ പോകണം അല്ലേ? പിന്നെ എന്താണ് സെക്കൻഡ് ലോങ്ങസ്റ്റ് പാത്ത്, അങ്ങനെ പോവാ അല്ലെ? പിന്നെ ഷോർട്ടസ്റ്റ് പാത്ത്, അങ്ങനെയാണ് ഇതിന്റെ നമ്പറിങ് പോകേണ്ടത്. അപ്പൊ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കി, ഇതാണ് 2 ബ്രിഡ്ജുകൾ, ഇതാണ് 2 ബ്രിഡ്ജുകൾ. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ 2 ബ്രിഡ്ജിനെ കണക്ട് ചെയ്യുന്ന 3 പാത്ത് കാണാം. ഒന്ന് നമുക്ക് റൈറ്റിൽ കാണാം, ഒന്ന് നമുക്ക് ലെഫ്റ്റിൽ കാണാം, പിന്നെ ഒന്ന് താഴെ കാണാം. അപ്പൊ നമ്മൾ റൈറ്റിലെ പാത്ത് നോക്കുമ്പോൾ 1 2 3 4 ഇവിടെ 4 കാർബൺ ഉണ്ട്. ലെഫ്റ്റിലെ പാത്ത് നോക്കുമ്പോഴും 1 2 3 4 ഇവിടെ 4 കാർബൺ ഉണ്ട്. താഴത്തെ പാത്തിൽ 0 കാർബൺ ആണുള്ളത്. ഓക്കെ, അപ്പോ ബ്രിഡ്ജ് ഹെഡ് അല്ല, സോ ദിസ് വൺ ബൈസൈക്ലിക്. അപ്പൊ ബ്രിഡ്ജ് ഹെഡ് ആണെങ്കിലൊക്കെ സെയിം തന്നെ നമ്പറിങ്സ്. അപ്പൊ നമ്മൾ ബ്രിഡ്ജ് ഹെഡ് കാർബണിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം. നമ്പർ പോകേണ്ടത് ആദ്യം ലോങ്ങസ്റ്റ് പാത്തിൽ കൂടെ പോകണം, പിന്നെ അതിന് തൊട്ട് താഴെയുള്ള ലോങ്ങസ്റ്റ് പാത്ത്, പിന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിൽ കൂടെ പോവാം. ഇതിൽ 3 പാത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഒരു പാത്ത് എന്ന് പറഞ്ഞ ഇതാണ്, ദിസ് ഈസ് 1 പാത്ത്. Now this is second path, this is second path, and this is the third path. ഈ പാത്തിൽ 4 കാർബൺ ഉണ്ട്, ഈ പാത്തിൽ 4 കാർബൺ ഉണ്ട്, ഈ പാത്തിൽ 0 കാർബൺ ഉണ്ട്. ഓക്കെ, അപ്പൊ സെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് നോക്കുക. അപ്പൊ നമുക്ക് OH NH2 കാണാൻ പറ്റും. അപ്പൊ OH നാണ് പ്രയോറിറ്റി. അപ്പൊ നമ്പർ ഇങ്ങനെയാണ് വരിക. ഇവിടെ 1 വരും, ഇവിടെ 2 വരും, ഇവിടെ 3 വരും, ഇവിടെ 4 വരും, ഇവിടെ 5 വരും, ഇവിടെ 6 വരും, ഇവിടെ 7 വരും, ഇവിടെ 8 വരും, ഇവിടെ 9 വരും, ഇവിടെ 10 വരും. സോ നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരാൾ 1-ലാണ്, ഒരാൾ 2-ലാണ്, ഒരാൾ 6-ലാണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ RNS മാത്രം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, IUPAC നമ്പറിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാം. സോ ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ ഈ നമ്പറിങ് പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഓരോ എക്സാമ്പിൾ കൂടി വരും, എന്നല്ലെങ്കിൽ പിന്നീട് ഞാൻ സെപ്പറേറ്റ് എടുത്തു തരാം. നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ, ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ശരി, കോൺഫിഗറേഷൻ അസൈൻ ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ഇവൻ എടുക്കാണ് കേട്ടോ, NH2OH എടുക്കാണ്. സോ ഓക്സിജൻ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലേ? Oxygen first priority, NH2 nitrogen second priority. Now here this will be the third priority and this will be the fourth priority. കേട്ടോ, നമ്മുടെ ആറ്റോമിക് നമ്പർ അനുസരിച്ചിട്ട് ഇനി ആറ്റോമിക് നമ്പർ സെയിം ആവുമ്പോൾ നമ്മൾ തൊട്ടടുത്ത കാർബൺ നോക്കിയിട്ടാണ് ചെയ്തത് കേട്ടോ. സോ കോൺഫിഗറേഷൻ എന്തായിരിക്കും? കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് S ആണ്. ഫോർത്ത് എവിടെ കിടക്കുന്ന? പ്ലെയിനിലാണ്. സോ പ്ലെയിനിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരുമ്പോൾ കോൺഫിഗറേഷൻ എന്തായിട്ടുണ്ടാവും? R ആയിട്ടുണ്ടാവും. സോ നമുക്ക് 2-ല് കിട്ടിയ കോൺഫിഗറേഷൻ ഏതാണ്? R ആണ്. 2-ല് കിട്ടിയ കോൺഫിഗറേഷൻ R ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ നോക്കാം, 1-ൽ നോക്കാം. 1-ൽ സോ 1. സോ ഫസ്റ്റ് പ്രയോറിറ്റി നോക്കിയേ, ഫസ്റ്റ് പ്രയോറിറ്റി 1-ന്റെ കേസിൽ ഇങ്ങനെ വരാം. നമുക്ക് ആൾക്കാർ നോക്കണ്ട ആദ്യം. സോ ദിസ് ഈസ് 1, സോ ദിസ് ഈസ് 1, ദിസ് ഈസ് 1, ഹൈഡ്രജൻ ഈസ് 1 ആൻഡ് ദിസ് ഈസ് 1. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് കാർബൺ 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 ആൻഡ് ഹൈഡ്രജൻ. സോ ദിസ് വിൽ ബി ദ ഫോർത്ത് വൺ. ഇനി നമുക്ക് 1 2 3 കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നൈബേഴ്സ് നോക്കുക. ഈ കാർബണിന്റെ നൈബർ എന്ന് പറഞ്ഞാല് കാർബൺ, ബ്രോമിൻ, കാർബൺ ആണ്. ഈ കാർബണിന്റെ നൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ആണ്. ഇയാളുടെ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ ആണ്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് സംഭവിക്കും? ദിസ് വിൽ ബി 1 അല്ലേ? ഇയാൾക്ക് 1 വരും, ബ്രോമിൻ വന്നതുകൊണ്ട് അല്ലേ? ദിസ് വിൽ ബി 2 ആൻഡ് ദിസ് വിൽ ബി 3. സോ 1 2 കോൺഫിഗറേഷൻ എന്താ? S ആണ്. ഫോർത്ത് കിടക്കുന്നത് ടോപ്പ് ഫേസിലാണ്. സോ ഇറ്റ് വിൽ ബി R. നോക്ക്,
ഓക്കെ അല്ലേ? ദാറ്റ് കാർബൺ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? 1 എന്ത് കിട്ടി? 1 6 കിട്ടി. 1 ഈസ് 6. ഇനി നമുക്ക് 6 കണ്ടുപിടിക്കണം. 6 കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഒന്നും കൂടി വരയ്ക്കുകയാണ്. കാരണം ഇനി ഇതിൽ വരച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. അപ്പൊ 6ന് വേണ്ടി മാത്രം സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുകയാണേ. സോ ഇവിടെ ബ്രോമിൻ ബോട്ടം ഫേസിലാണ്. ബ്രോമിൻ ബോട്ടം ഫേസിലാണ്. ഓക്കെ, നമുക്ക് നോക്കാം. സോ ദിസ് വൺ ബ്രോമിൻ, ദിസ് വൺ ആൻഡ് ദിസ് വൺ. ബാക്കിയുള്ള ആൾക്കാർക്ക് മാർക്ക് ചെയ്യണം. സോ ഇവിടെ NH2 ഉണ്ട്, ഇവിടെ OH ഉണ്ട്. സോ ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും നമുക്ക് ആർക്ക് കൊടുക്കാം? ബ്രോമിന് കൊടുക്കാം. ബാക്കിയുള്ള ആൾക്കാരെ നോക്കണം. അപ്പൊ ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, 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 ഹൈഡ്രജൻ അല്ല വരണത്. സോ സെക്കൻഡ് ഇങ്ങോട്ട് പോയി. ഇനി നമുക്ക് തേർഡും ഫോർത്തും കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് ആൾക്കാരെ നോക്കി, അത് CS2 CS2 സെയിം ആണ്. നെക്സ്റ്റ് നോക്കി CS2 CS2 സെയിം ആണ്. നെക്സ്റ്റ് ഇവിടെ വരും. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് മനസ്സിലായി അല്ലെ? പെട്ടെന്ന് മനസ്സിലായി. കാരണം NH2 OH വന്നിട്ടുണ്ട്. സോ 1 2 ഇത് 3 ആയിരിക്കും, ഇത് 4 ആയിരിക്കും. ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതൊക്കെയാണോ? ഞാനിപ്പോ ഇട്ടത് നോക്കിയേ. എല്ലാം എഴുതേണ്ട കാര്യമില്ലല്ലോ. ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ, ഹൈഡ്രജൻ, ഹൈഡ്രജൻ, കാർബൺ. ഇവിടെ എന്ത് വരും? നൈട്രജൻ, ഓക്സിജൻ, കണ്ടോ? കാർബൺ. ഓക്കെ, അങ്ങനെയാണ് അത് എന്ത് സംഭവിക്കുന്നത്? പ്രയോറിറ്റി വരുന്നത്. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ഉണ്ടോ? അങ്ങനെ പറയേ, ഞാൻ ഒന്നുകൂടി പറയാം. ഇല്ല. ഓക്കെ, ഇല്ലാന്ന് വിചാരിക്കുന്നു. സോ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കട്ടോ, ഞാൻ ആ സ്ട്രക്ചർ ഇവിടെ ഓക്കെ ജസ്റ്റ് എടുത്ത് വരയ്ക്കാൻ കേട്ടോ. ഒരു കാര്യമുണ്ട്. സോ ബ്രോമിൻ വേണ്ട. സോ ഇത് 1, ഇത് 3, ഇത് 2, ഇത് 4, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, സോ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കൂ. 1 2 3യുടെ ഓറിയന്റേഷൻ നോക്കിയേ. 1 2 3യുടെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. സോ ദിസ് ഈസ് R. ഇനി ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഫോർത്ത് പ്രയോറിറ്റി കിടക്കുന്നത് ബോട്ടം ഫേസിലോട്ട് വരണമെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഫോർത്ത് കിടക്കുന്നത് ഇവിടെയാണ്. സോ ബോട്ടം ഫേസിലോട്ട് വരുമ്പോൾ അത് എന്തായിട്ടുണ്ടാവും? യെസ്, ദാറ്റ്സ് ഓൾ. വേറെ ഒന്നും ചെയ്യണ്ട. ഫോർത്ത് എവിടെ കിടക്കണേ നോക്കുക, ബോട്ടം ഫേസ് എവിടെ കിടക്കണേ നോക്കുക, അങ്ങോട്ട് പിടിച്ച് ചാടിക്കുക. യെസ്, സോ കിട്ടി. ദിസ് ഈസ് യെസ്. വേറെ ഒന്നുമില്ല. ഞാൻ എടുത്ത് എഴുതുന്നുള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് അവിടെ വെച്ച് തന്നെ ചെയ്യാം കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതുന്നുള്ളൂ ഞാൻ. ഓക്കെ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് തന്നെ നമുക്ക് ചെയ്യാം. ഇവിടെ ബ്രോമിൻ, ഡബിൾ ബോണ്ടോ, ഇവിടെ ക്ലോറിൻ. സോ ദിസ് വൺ ആൻഡ് ദിസ് വൺ. സോ നമ്മൾ നമ്പറിംഗ് ബ്രിഡ്ജ് ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ബ്രിഡ്ജ് ഹെഡ് എന്ന് പറയുന്നത് ഈ 2 കാർബൺസ് ആണ്.
സോ ബ്രിഡ്ജ് ഹെഡിൽ നമ്മൾ നമ്പറിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് പാത്ത് ആണ്. യു ഹാവ് ടു ലുക്ക് ദ പാത്ത്. സോ ദിസ് ഈസ് പാത്ത് 1, ദിസ് ഈസ് പാത്ത് 2 ആൻഡ് ദിസ് ഈസ് പാത്ത് 3. 3 എന്ന് പറയുന്നത് നേരെയുള്ളത്. സോ പാത്ത് 1ൽ എനിക്ക് 4 കാർബൺ ആറ്റത്തിനെ കാണാം, പാത്ത് 2ൽ 4 കാർബൺ ആറ്റത്തിനെ കാണാം, പാത്ത് 3ൽ 0 കാർബണെ കാണാം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ലോങ്സ്റ്റ് പാത്ത് കൂടെ ആദ്യം പോകണം. ആദ്യം ലോങ്സ്റ്റ് പാത്ത്, പിന്നെ സെക്കൻഡ് ലോങ്സ്റ്റ് പാത്ത്, പിന്നെ അതിന് ശേഷം വരുന്ന ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുമ്പോൾ ആ രീതിയിലാണ് പോകേണ്ടത്. അപ്പോ ഞാൻ നോക്കുമ്പോൾ 4 4 0 അല്ലെ, 4 4 0 എന്ന് പറയുന്നതാണ് നമ്പറുകൾ വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നത് പാത്ത് എന്ന് പറഞ്ഞ് ഇവിടെ 1 ഇട്ടിട്ട് കീറ്റോൺ ഉള്ള കാരണം ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3, ദിസ് വിൽ ബി 4, ദിസ് വിൽ ബി 5, ദിസ് വിൽ ബി 6, ദിസ് വിൽ ബി 7, 8, 9 ആൻഡ് 10. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നത് ഒന്ന് 1ലും പിന്നെ ഒന്ന് 6ലും ആണ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ്, ഈ നമ്പറിംഗ് കേട്ടോ. ഇതാണ് നമ്മൾ തെറ്റിക്കുക. നമുക്ക് RMS കണ്ടുപിടിക്കാൻ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതും കിട്ടണം. ഓക്കെ, സോ 1 ആൻഡ് 6. ഇനി നമുക്ക് 1ലും 6ലും കോൺഫിഗറേഷൻ അസൈൻ ചെയ്യണം. നമുക്ക് ആദ്യം 1ൽ അസൈൻ ചെയ്യാം, അതിനുശേഷം 6ൽ അസൈൻ ചെയ്യാം. നിങ്ങൾ 1ൽ അസൈൻ ചെയ്തേ, 6ലും നോക്കട്ടെ, ശരിയാവോ നോക്കട്ടെ. ഒന്ന് അസൈൻ ചെയ്തേ, എന്താ നമുക്ക് ചെക്ക് ചെയ്യാം ഏതാ വരാന്നുള്ളത്. ട്രൈ ചെയ്തേ, എന്നാലേ ഞാൻ ഹോംവർക്ക് തരുള്ളൂ. ഒരു 5 മിനിറ്റ് സമയം തരാം കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്തേ. 1 and 6 തെറ്റിക്കോട്ടെ, ഒരു കുഴപ്പമില്ല, ട്രൈ ചെയ്യാം. യു ഹാവ് ടു ട്രൈ. സോ ബി പോസിറ്റീവ് കേട്ടോ. അപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാം, നമുക്കത് കിട്ടില്ല എന്നൊന്നും വിചാരിക്കരുത്. ഹാവ് ടു ട്രൈ, നമ്മൾ ട്രൈ ചെയ്യുക. ബി പോസിറ്റീവ്. യു ഹാവ് ടു ഫേസ് ദ ഒബ്സ്റ്റക്കിൾസ് into your opportunities. Okay. അഞ്ച് മിനിറ്റ് ടൈം ഉണ്ട്, നിങ്ങൾ സമയം എടുത്ത് തെറ്റിക്കണ്ട കേട്ടോ. ഞാൻ ഓപ്ഷൻസുകൾ എഴുതാം, ഏതാണ് കറക്റ്റ് നോക്കുക. ഞാൻ 1ഉം 6ഉം പറഞ്ഞത് കൊണ്ട് വലിയ പ്രശ്നമില്ല, അല്ലെങ്കിൽ അത് തെറ്റിക്കും നമ്മള്. ഓക്കെ, A B C D. സോ 1R 6R, 1R 6S, 1S 6S, 1S 6R. ഏതാണ് കിട്ടണമെന്ന് നോക്കുക. A B C. കഴിഞ്ഞവർക്ക് ഓപ്ഷൻ കമന്റ് ചെയ്യാം, ഞാൻ കാണുന്നുണ്ട് കേട്ടോ കമന്റ്, കുഴപ്പമില്ല.
Okay. So majority പറഞ്ഞ ആൻസർ ബി ആണല്ലേ. 1 or 6. ഓക്കെ, നോക്കട്ടെ. സോ CSIR-ന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് മൈനോറിറ്റിയുടെ ഒപ്പം നിൽക്കലാണ്. എന്ന് വിചാരിച്ച് മെജോറിറ്റി റൈറ്റ് റോങ് ആവണം എന്നല്ല ഞാൻ പറഞ്ഞേ. ഓക്കെ, യെസ്, വെരി ഗുഡ് ട്ടോ, നന്നായിട്ട് ട്രൈ ചെയ്തു. തെറ്റാണോ ശരിയാണോ നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. ബി ആണോ സി ആണോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. തെറ്റിന്ന് വിചാരിച്ച് ഒരു ഒട്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ തെറ്റ് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക കേട്ടോ. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. ചെക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ അത് അസൈൻ ചെയ്യാണ്. സോ ഇത് 1 കിട്ടിയിട്ടുണ്ടാവും. ബ്രോമിൻ 1 വരും. ദെൻ ഇവിടെ 2 വരും. ദെൻ ഇവിടെ 3 വരും. ദെൻ ഇവിടെ 4 വരും. അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ദെൻ ഇവിടെ താഴത്ത് നോക്കട്ടെ. ക്ലോറിന്റെ കേസിൽ ഇവിടെ 1 വരും. അത് ബ്ലൂ തന്നെ വേണ്ട, കളറ് മാറ്റട്ടെ. വയലറ്റ് എടുക്കാം. സോ ക്ലോറിൻ 1 വരും. ദെൻ ഇവിടെ 2 വരും. ദെൻ ഇവിടെ 3 വരും. ദെൻ ഇവിടെ 4 വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ്. ഓക്കെ, ഇനി നോക്ക് കേട്ടോ. ഇനി ബൈസൈക്ലിക് സിസ്റ്റം വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് ബ്രിഡ്ജ് ഹെഡ് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ബ്രിഡ്ജ് ഹെഡിൽ നിങ്ങൾ RNS അസൈൻ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് നിങ്ങൾ അതിനൊന്ന് ഒന്ന് എഴുതുക. ദാറ്റ് മീൻസ് ലൈക്ക് ആ ബോണ്ടുകൾ മാത്രം 1, 2, 3 അവർ തന്നിട്ടുള്ള അതേ ഫോർമാറ്റിൽ അങ്ങോട്ട് എഴുതുക. ഓക്കെ, അതവിടെ വരും. ഇനി അവിടെ നമുക്ക് കിട്ടിയ ആൾക്കാരെ ഇവിടെ 1 അല്ലേ, ബ്രോമിന്റെ അവിടെ 1, ദെൻ ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4. ഇനി 1, 2ന്റെ ഓറിയന്റേഷൻ നോക്കണം. 1, 2ന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് പൂർണ്ണ മൈൻഡ് ചെയ്യണ്ട. 1, 2ന്റെ ഓറിയന്റേഷൻ നോക്കുക. 1, 2 എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പൊ S ആണ്. ഇനി 4th നോക്കുക. 4th ഇപ്പൊ കിടക്കുന്നത് നമ്മുടെ ആ തന്നിട്ടുള്ള ഫിഗറിൽ കിടക്കുന്നത് പ്ലെയിനിലാണ്. പക്ഷെ നമുക്ക് ഇവിടെ ബോട്ടം ഫേസ് കാണാനില്ല. ബോട്ടം ഫേസിൽ എന്താ പറയാ, ഈ ആ സ്ട്രക്ചറിന്റെ പ്രത്യേകത കൊണ്ടാണ് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ടോപ്പ് ഫേസിൽ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, എനിക്ക് ബോട്ടം ഫേസിലോട്ടാണ് 4നെ കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അപ്പൊ അങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന അറിയോ? S എന്ന് പറയുന്നത് ടോപ്പിലോട്ട് കൊണ്ടുപോവാ. വേറെ ഒന്നുമില്ല, S-നെ ടോപ്പിലോട്ട് 4th ടോപ്പിലോട്ട് കൊണ്ടുപോവാ. അപ്പൊ എന്തായിട്ടുണ്ടാവും? 6 ആയിട്ടുണ്ടാവും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് പോവുമല്ലോ, അങ്ങനെയല്ലേ പോവാ. സോ 6 എന്തായിട്ടുണ്ടാവും? S ആയിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ആദ്യത്തെ 1 എന്ന് പറയുന്ന കൈറാൾ കാർബൺ ആറ്റത്തിന്റെ കോൺഫിഗറേഷൻ S ആണ്. 1 ഈസ് S. ഇനി താഴത്താളെ നോക്കാം. താഴത്താളെന്ന് പറയുമ്പോൾ 1, 2, 3 ക്ലോക്ക് വൈസ് ഡിറക്ഷൻ ആണ്. സോ 6 ആണ്. 4th പ്ലെയിനിലാണ്. സോ പ്ലെയിനിൽ എടുക്കുന്ന 4th അവിടെ ബോട്ടം ഫേസ് നമുക്ക് വിസിബിൾ ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അയാളെ കൊണ്ടുപോകാം. സോ 1S, 6S. സോ ആൻസർ ഈസ് C. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. One S, yes, 1S, 6S. 1S, 6S, ഓപ്ഷൻ C. 1S വന്നത് ഒന്നും കൂടെ പറഞ്ഞുതരൂ. 1S വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ 1, 2, 3, 4 അസൈൻ ചെയ്തു. അത് ഓക്കെ അല്ലേ? അതൊക്കെയാണ്. ഇനി നമുക്ക് 4th പ്രയോറിറ്റി നോക്കി. 4th പ്രയോറിറ്റി അവിടെ ഇപ്പൊ നമ്മൾ തന്നിട്ടുള്ള ഫിഗറിൽ പ്ലെയിനിലാണ് കിടക്കുന്നത് അല്ലെ? അങ്ങനെയല്ലേ കിടക്കുന്നേ? പ്ലെയിനിലാണ് കിടക്കുന്നേ അല്ലേ? നോക്ക്, അവർ തന്നിട്ടുള്ള ഫിഗർ അനുസരിച്ചിട്ട്. അപ്പൊ ആ 4th നമുക്ക് എങ്ങോട്ട് കൊണ്ടുപോകണം? RNSന്റെ കേസിൽ ബോട്ടം ഫേസിലോട്ട് കൊണ്ടുപോകണം അല്ലേ? ഓക്കെ, നിങ്ങൾ നോക്ക്, ക്ലോറിനും ബ്രോമിനും തമ്മിലുള്ള വ്യത്യാസം നോക്ക്. ക്ലോറിന് എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ബോട്ടം ഫേസ് അവിടെ വിസിബിൾ ആണ്. കണ്ടോ? ക്ലോറിന്റെ അവിടെ കണ്ടോ? ബോട്ടം ഫേസ് വിസിബിൾ ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്താൽ മതി? ഒറ്റ ചാട്ടം ചാടിയ പോരെ 4th ബോട്ടം ഫേസിലോട്ട് പോകാനായിട്ട്. അപ്പൊ അത് ഓഡ് എക്സ്ചേഞ്ച് അല്ലേ? മറ്റേത് എന്താ പ്രശ്നം? ബോട്ടം ഫേസ് വിസിബിൾ അല്ല. മറ്റൊരു ബോട്ടം ഫേസ് വിസിബിൾ അല്ല. പക്ഷെ ആര് വിസിബിൾ ആണ്?
ടോപ്പ് ഫേസ് വിസിബിൾ ആണ്. അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? ഫോർത്തിനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ, ടോപ്പിലോട്ട് കൊണ്ടുപോവാം അല്ലേ? നമ്മൾ എന്താ പഠിച്ചിരിക്കുന്ന? ടോപ്പ് ഫേസും ബോട്ടം ഫേസും അടുത്തടുത്താണ്, അങ്ങനെ പഠിച്ചിരിക്കുന്നേ. അപ്പൊ കക്ഷി കിടക്കുന്നത് ഇപ്പൊ ഇങ്ങനെയാന്ന് വിചാരിക്കുക. അപ്പൊ എനിക്ക് ബോട്ടം ഫേസ് അവിടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ബോട്ടം ഫേസിന്റെ പൊസിഷൻ കറക്റ്റ് അറിയത്തില്ല. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന ടെക്നിക്കാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഈ ബൈസൈക്ലിക് സിസ്റ്റത്തിന്റെ കേസാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ ഷോർട്ട് കട്ടാണ്. അപ്പൊ ഇങ്ങനെ കിടക്കുന്ന, ഇങ്ങനെ 4 ഇവിടെ കിടക്കുന്നുണ്ട്. ബോട്ടം ഫേസ് അവർ വിസിബിൾ ആക്കി തന്നിട്ടില്ല, പക്ഷെ ടോപ്പ് ഉണ്ട്. അപ്പൊ എന്ത് സംഭവിച്ചു? ഞാൻ 4 ആദ്യം ടോപ്പിലോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്ത് സംഭവിക്കും? എനിക്ക് കിട്ടിയ കോൺഫിഗറേഷൻ എസ് ആയിരുന്നില്ലേ? എസ് എന്തായിട്ടുണ്ടാവും? ഇനി ഞാൻ ടോപ്പിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയി, ബോട്ടത്തിലോട്ട് കൊണ്ടുപോയി. അപ്പോ എസ് ആയിരുന്ന ആള് ഇപ്പൊ എന്തായി? ഇവിടെ എസ് ആയിരുന്ന ആള് വെട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തും? 6 ആവും. 6 എന്തായാലും ഏതും വീണ്ടും എസ് ആവും. നമ്മൾ പഠിച്ചിരിക്കുന്നത് എന്ത് എക്സ്ചേഞ്ച്? അത് ഈവൺ എക്സ്ചേഞ്ച്. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, ഞാൻ എല്ലാത്തിനും ഒരേ ഫോർമാറ്റിൽ എടുത്തതാണ് കേട്ടോ പ്രോബ്ലം ചെയ്യാനായിട്ട്. ടെക്സ്റ്റ് ബുക്കിൽ ഓരോന്നിനും ഓരോ തരത്തിലാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഓക്കെ, സോ ഹോംവർക്ക് ചെയ്തോളൂ അല്ലേ? ഓക്കെ, സോ ഇവിടെ OH, ഇവിടെ CH3, ഇവിടെ H, ഇവിടെ ഡബിൾ ബോണ്ടോ. ഇത് A, ഇത് B, ഇത് C. ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ അസൈൻ A, അസൈൻ B, അസൈൻ C. ചെയ്തോളില്ലേ? A, B and C. ട്രൈ ചെയ്യൂട്ടോ. സോ നെക്സ്റ്റ് വൺ സ്പെഷ്യൽ സാധനമാണ്. CSIR 2 തവണ വന്നിട്ടുള്ള ഒരു ഇതാണ് ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട്സ്. അതായത് ബൈസൈക്ലിക് തന്നെ ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട്. ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ സ്പെഷ്യാലിറ്റി ഇവൻ ഈ രീതിയിലാണ് അവർ തരാം. ഇങ്ങനെ. ഓക്കെ, അപ്പൊ എവിടെ വേണമെങ്കിൽ അവർക്ക് തരാം കേട്ടോ. ഏത് പൊസിഷൻ വേണമെങ്കിൽ അവർക്ക് ചോദിക്കാം. ഞാൻ ആ പൊസിഷൻസ് എല്ലാം ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അവർക്ക് ഈ പൊസിഷനിൽ ചോദിക്കാം, ഈ പൊസിഷനിൽ ചോദിക്കാം, ഈ പൊസിഷനിൽ ചോദിക്കാം, ഇതിൽ ചോദിക്കാം, ഇതിൽ ചോദിക്കാം, ഇതിൽ ചോദിക്കാം, ഇതിൽ ചോദിക്കാം. ഓക്കെ ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവനെ നമ്മൾ ഈ ഫോർമാറ്റ് മറക്കരുത്. ഈ ഫോർമാറ്റ് കേട്ടോ. ഇതൊക്കെയാണ് അപ്വേർഡ് ഡൗൺവേർഡ്, അപ്വേർഡ് ഡൗൺവേർഡ്, അപ്വേർഡ് ഡൗൺവേർഡ്, അപ്വേർഡ് ഡൗൺവേർഡ്. ഇനി ശ്രദ്ധിക്കുക, ദിസ് വിൽ ബി ഡൗൺവേർഡ്, ദിസ് വിൽ ബി അപ്വേർഡ്. തെറ്റിക്കരുത്, മനസ്സിൽ പതിപ്പിച്ചു വെച്ചോളൂ കേട്ടോ. ഓക്കെ ആണോ? ഇത് അറിഞ്ഞാലേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ. അവർ ഇങ്ങനെയായിരിക്കും തരാം. ഞാൻ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്ലോറിൻ, ബ്രോമിൻ, ഹൈഡ്രജൻ, OH, COOH, NH2. So here chiral carbon, here a chiral carbon, here a chiral carbon, here a chiral carbon. നമുക്ക് ആദ്യം തന്നെ നമ്പർ ചെയ്യാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് തന്നെ നമ്പർ ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്തെടുക്കുക. സോ നമ്മൾ ആദ്യം ബ്രിഡ്ജ് ഹെഡ് പൊസിഷൻ സ്പോട്ട് ചെയ്യാം കേട്ടോ. ഏതാ ബ്രിഡ്ജ് ഹെഡ് പൊസിഷൻ? ദീസ് 2 കാർബൺ. ഇതാണ് ബ്രിഡ്ജ് ഹെഡ് പൊസിഷൻ. പാത്ത് നോക്കിയാൽ നിങ്ങൾ, പാത്ത് ആ ബ്രിഡ്ജ് ഹെഡ് പൊസിഷനിൽ നിന്നുള്ള പാത്തുകൾ നോക്കിയാൽ റൈറ്റിൽ നിങ്ങൾക്ക് ഒരു പാത്ത് കാണാം, ലെഫ്റ്റിൽ നിങ്ങൾക്ക് ഒരു പാത്ത് കാണാം, അതിന്റെ ഇടയിൽ ഒരു പാത്ത് കാണാം.
സോ റൈറ്റിലെ പാത്തില് നിങ്ങൾ നോക്കിയേ, റൈറ്റിലെ പാത്ത് റൈറ്റ് ആണ് അല്ലെ, റൈറ്റ് പാത്ത്. രണ്ട് കാർബൺ ആറ്റത്തിന്റെ റൈറ്റ് പാത്ത് എത്ര ഉണ്ട്? 1 2 രണ്ട് കാർബൺ ആറ്റംസ് ഉണ്ട്, 2 കാർബൺ. ലെഫ്റ്റിലെ പാത്തിലെ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? ലെഫ്റ്റിലെ പാത്തിലെ 2 കാർബൺ ആറ്റംസ് ഉണ്ട്. പിന്നെ ഈ പാത്തില് 1 കാർബൺ ആറ്റം ഉണ്ട് അല്ലെ, ഈ പാത്തില്. ഓക്കെ, അപ്പൊ 2 കാർബൺ ആറ്റംസ് സെയിം വന്നത് കൊണ്ട് അപ്പൊ നമ്മൾ ലോങ്സ്റ്റ് പാത്തിൽ കൂടെ പോകണം. അപ്പൊ നമുക്ക് ലോങ്സ്റ്റ് പാത്ത് കൂടി ഇല്ല, ലോങ്സ്റ്റ് പാത്ത് ഉണ്ട്, അത് രണ്ടും റൈറ്റും ലെഫ്റ്റും ലോങ്സ്റ്റ് ആണ്. അപ്പൊ ഏത് ബ്രിഡ്ജ് കാർബണിൽ നിന്ന് നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ നോക്കേണ്ടത് എന്താ? പ്രയോറിറ്റി നോക്കണം അല്ലെ. സോ ആസിഡ് അവിടെ കിടക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? റൈറ്റിലെ പാത്തിൽ ആസിഡ് കിടക്കുന്നുണ്ട്. അപ്പൊ ആസിഡിന് മിനിമം കിട്ടുന്ന രീതിയിൽ നമ്മൾ നമ്പറിങ് പോകേണ്ടി വരും. അപ്പോ ഇവിടെ നമ്പർ ഇടേണ്ടി വരും. 1 2 3 4 5 6 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാർബൺസ് ഏതൊക്കെയാ? 1-ലുണ്ട്, 2-ലുണ്ട്, 4-ലുണ്ട്, 7-ലുണ്ട്. സോ വി ഹാവ് ടു അസൈൻ ദീസ് കോൺഫിഗറേഷൻ. ഈ നമ്പറിങ് ഓക്കെ ആണോ? ഞാൻ പറഞ്ഞ നമ്പറിങ് ഞാൻ സിമ്പിൾ കോമ്പൗണ്ട് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം നോക്കട്ടോ. സിമ്പിൾ കോമ്പൗണ്ട് ദേ ദിസ് വൺ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ നോക്കട്ടെ. ഇത് ഈ കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഞാൻ പറയാം. ബൈസൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് നമ്മൾ അതിനെ ബൈസൈക്ലോ എന്ന് പറയും. ദെൻ പാത്തുകളാണ് നമ്മൾ പറയാം. സോ ഞാൻ പാത്ത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുക, ഇതാണ് 2 ബ്രിഡ്ജ് ഹെഡ് കാർബൺ. സോ റൈറ്റിലെ പാത്തില് നിങ്ങൾക്ക് 2 കാർബൺ കാണാം. നിങ്ങൾ കണ്ടോ? റൈറ്റിലെ പാത്ത് ഇതാണ് റൈറ്റ് പാത്ത്, 2 കാർബൺ. ലെഫ്റ്റിലെ പാത്തില് 2 കാർബൺ. പിന്നെ ഈ പാത്ത് അവിടെ 1 കാർബൺ കാണാം. അപ്പോ ഇവിടെ വേറെ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല. അപ്പൊ എനിക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ നമ്പറിങ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഞാൻ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1 2 3 4 5 6 7. ഇയാളുടെ പേരെന്ന് പറഞ്ഞ 2.2.1 ഹെപ്റ്റെയ്ൻ എന്നാണ്. സോ ദിസ് ഈസ് ദ നെയിം, ബൈസൈക്ലോ 2.2.1 ഹെപ്റ്റെയ്ൻ. ഓക്കെ, ഇപ്പോ ഞാൻ ഈ സ്ട്രക്ചറിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ആ UPSC നമ്പറിംഗ് ഒന്ന് കാണിച്ചു തരാണ്. കാരണം ഇതിലാണ് നമ്മൾ തെറ്റുന്നത് അവസാനം. സോ ഇവിടെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ ഒരു OH കൊണ്ടുവന്നു വിചാരിക്കും. ഈ നമ്പറിംഗ് ശരിയാവോ തെറ്റാവോ? ഇപ്പോഴത്തെ നമ്പറിംഗ് ശരിയാവോ തെറ്റാവോ? പറയൂ. ശരിയാ? ഓക്കെ, നോ പ്രോബ്ലം അല്ലേ. സോ ഇയാളുടെ പേരെന്ന് പറയുന്നത് ബൈസൈക്ലോ 2.2.1 ഹെപ്റ്റാൻ 2-ol. ഒരു പ്രശ്നവുമില്ല, ഹെപ്റ്റാൻ 2-ol. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ ഇതേ നമ്പറിങ് മാറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഞാൻ OH ഇവിടെ ഇട്ടു. ഇപ്പൊ ഈ നമ്പറിങ് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. യെസ്, ഇറ്റ്സ് റോങ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മൾ നമ്പറിങ് പോണ പോക്ക് നോക്കിയോ? നമുക്കറിയാം, നല്ല ജസ്റ്റ് പറയാണ്. നമ്പർ ഇങ്ങനെ പോവാ 1 2 3 4 5 6 7. നെയിം സെയിം തന്നെയല്ലേ? നെയിമിന് വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. നെയിമിന് മാറ്റില്ല, നെയിം സെയിം തന്നെ. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കേ, ഞാൻ OH ഇവിടെ ഇട്ടു. നമ്പറിങ് ശരിയാണോ തെറ്റാണോ? പറഞ്ഞേ. യെസ്, റോങ്. ഓക്കെ, യെസ്. നമ്പറിങ് പോകുന്നത് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7. സെയിം പേര് തന്നെയല്ലേ? ഒരു വ്യത്യാസമില്ല. ഓക്കെ, ദെൻ ഞാൻ OH ഇവിടെ ഇട്ടു.
നമ്പറിങ് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ശരിയാണ്. പേര് മാറും അല്ലേ? ബൈസൈക്ലോ 2.2.1 ഹെപ്റ്റാൻ എന്താ വരാ 7 ഓൾ. അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് ആ നമ്പറിങ്ങിന്റെ പോക്ക് പോണത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ, ഞാൻ ശരി. അപ്പോ ഇതാണ് ഇതിന്റെ നമ്പറിങ്, വേറെ ഒന്നുമില്ല ഈ കേസിൽ. അപ്പോ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് വരാം. നമ്മുടെ കോമ്പൗണ്ടിൽ കുറെ സബ്സ്റ്റുവൻസ് ഉള്ള കാരണമാണ് കേട്ടോ ഞാനത് ഇങ്ങനെ ഇട്ടത്. ഓക്കെ, സോ ഇത് നമുക്കൊന്ന് ചെയ്യാം അല്ലെ? ഈ കോമ്പൗണ്ട് നല്ലൊരു കോമ്പൗണ്ടാണ്. ഞാൻ നിങ്ങൾക്ക് യെസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ ഇയാളെ കോപ്പി ചെയ്യട്ടെ. Then യെസ്, നമുക്ക് ഓരോരുത്തരായിട്ട് എടുക്കട്ടെ. കാരണം എല്ലാം കൂടി ആകുമ്പോഴേ ഒരു ക്ലാഷ് ആവും. അപ്പൊ ഞാൻ ആദ്യം 2 എടുക്കാണ് കേട്ടോ. ആദ്യം 2 എടുക്കാണ്, എളുപ്പമുള്ള 2 എടുക്കാണ്. 2. സോ ഞാൻ 2 മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ ചേഞ്ച് വരുത്താണ്. കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്കറിയാലോ മോണോസൈക്ലിക്കിൽ നമ്മൾ ചെയ്തതാണ്. NH2ന് COH എവിടെ വരും? ടോപ്പിലിടുക. NH2നെ എവിടെ ഇടുക? ബോട്ടത്തിലിടുക. ഒരു കുഴപ്പമില്ല അങ്ങനെ ഇടുന്നുണ്ട്. കാരണം നമ്മൾ മോണോസൈക്ലിക് സിസ്റ്റത്തിൽ പാർട്ടായിട്ടാണ് അത് വരുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ചെയ്യാം ആ 2നെ. ഇനി നിങ്ങൾ പ്രയോറിറ്റി അസൈൻ ചെയ്തേ. സോ 1 നൈട്രജൻ, 2 COOH അല്ലേ? കാർബൺ 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 ആണ് വരാം. ഓക്സിജൻ ഉള്ളത് കൊണ്ട് that will be 2. Now this will be 3 and this will be 4. So 1 2 3. 1 2 എന്ന് പറയുമ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ആണ്, S ആണ്. 4th കിടക്കുന്നത് പ്ലെയിനിലാണ്. സോ പ്ലെയിനിൽ നിന്ന് ടോപ്പിലോട്ട് വരണം, അപ്പൊ R ആവും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് വരണം, അപ്പൊ S ആവും. സോ 2 എന്ന് പറയുന്നത് S കോൺഫിഗറേഷൻ ആണ്. ക്ലിയർ ആയോ? ടു ഓക്കെ ആണോ? ഓക്കെ, 1 നോക്കാം. നെക്സ്റ്റ് 1. സോ 1 കേട്ടോ. 1 മനസ്സിലായി, നമ്മൾ നമ്പറിങ് ചെയ്തിട്ടുണ്ട്. സോ 1ൽ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് OH-നെ പിടിച്ച് എവിടെ ഇടണം? OH-നെ എവിടെ ഇടണം? ടോപ്പ് ഫേസിൽ ഇടണം. 1ൽ അസൈൻ ചെയ്യട്ടെ. സോ ദിസ് വിൽ ബി 1 ഡയറക്ട്ലി കണക്റ്റഡ് ടു ഓക്സിജൻ അല്ലേ? ദിസ് വിൽ ബി 1. നൗ ദിസ് വിൽ ബി 2. നോക്കിക്കോ, കാർബൺ 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 ആണ്. സോ ക്ലോറിൻ ബ്രോമിൻ ഉള്ളത് കൊണ്ട് 2 അതായിരിക്കും. നൗ ദിസ് വിൽ ബി 3. നൈട്രോജൻ ഉള്ളത് കൊണ്ട് ദിസ് വിൽ ബി 4. സോ 1 2 3 എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസ് ആണ്, കോൺഫിഗറേഷൻ 6 ആണ്. 4th കിടക്കുന്നത് പ്ലെയിനിലാണ്. നോക്കട്ടോ, 4th കിടക്കുന്നത് ഇവിടെ ഈ തമ്മിലുള്ള സ്ട്രക്ചറിൽ പ്ലെയിനിലാണ്. സോ തൊട്ട് മുന്നിൽ കണ്ട സെയിം പരിപാടിയാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ 4 നമുക്ക് ബോട്ടം ഫേസ് വിസിബിൾ അല്ല, അപ്പൊ ഞാൻ ടോപ്പ് ഫേസിലോട്ട് കൊണ്ടുപോവാണ്, അപ്പൊ S ആവും. ടോപ്പിൽ നിന്ന് ബോട്ടത്തിലോട്ട് കൊണ്ടുപോവാണ്, അപ്പൊ R ആവും. സോ 1 എന്ന് പറയുന്നതിന്റെ കോൺഫിഗറേഷൻ 6 ആണ്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ആള് 4. നിങ്ങൾ 4 ഒന്ന് കണ്ടുപിടിച്ചേ, നോക്കട്ടെ കിട്ടുമെന്ന്. 4 ഒന്ന് ചെയ്തേ. 4 എന്താ ചെയ്യേണ്ട? 4ല് ഹൈഡ്രജൻ ഏത് ഫേസിലിടണം? ബോട്ടം ഫേസിലിടണം. സമയം 9 ആയി അല്ലെ? ഹൈഡ്രജനെ ബോട്ടം ഫേസിലോട്ട് ഇടണം. കോൺഫിഗറേഷൻ നോക്കിയേ. നോക്കുമ്പോ കാർബൺ 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 ഹൈഡ്രജൻ എന്തായാലും 4 ആയിരിക്കും. ഇനി നമുക്ക് 1 ഇവിടെ വരും,
ഉറപ്പായിട്ട്, കാരണം ക്ലോറിനും ബ്രോമിനും ഉള്ളത് കൊണ്ട് 1 അവിടെ വരും. ദെൻ 2 ഇവിടെ വരും. നോക്കിക്കോട്ടെ, കറക്റ്റ് ആണോ എന്ന്. 3 ഇവിടെ വരും. നിങ്ങൾ നോക്കിയാൽ മതി, എന്താ പറയാ, നൈബറിംഗ് വെച്ച് പോയി നോക്കിയാൽ മതി. സോ 4 അവിടെ നിർത്തിയിട്ട് 1, 2, 3 ഓറിയന്റേഷൻ നോക്കുമ്പോൾ 6 ആണ്. 4th എവിടെ കിടക്കണേ? ബോട്ടം ഫേസിലാണ്. സോ ഒന്നും ചെയ്യണ്ട, ഇറ്റ് ഈസ് ആർ. അപ്പൊ അതായി 4 ആയി. ഓക്കെ, ഇനി 7 ഉണ്ട്. 7 ശ്രദ്ധിക്കണം കേട്ടോ. 7 ആള് ചെറിയൊരു പെശകുണ്ട്. 7 ശ്രദ്ധിച്ചോളൂ. 7 എടുക്കാണ് കേട്ടോ. സോ 7ൽ നിങ്ങൾക്ക് ആ സ്ട്രക്ചറിൽ ഒരാളെ പോലും നിങ്ങൾക്ക് ടോപ്പ് ഫേസിലോ ബോട്ടം ഫേസിലോ കാണാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾ ഒരാളെ പോലും ടോപ്പ് ഫേസിലോ ബോട്ടം ഫേസിലോ കാണാനായിട്ട് പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്താണെന്നറിയോ? 7നെ ശ്രദ്ധിക്കട്ടോ. 7, അപ്പോ ഇവിടെ നിങ്ങൾ നോക്കട്ടോ. 7ല് ഓക്കെ, ഇതാണ് നമ്മുടെ കാർബണ്. അപ്പോ ആ കാർബണ് ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് നോക്കി കാണാം, ലൈക്ക് ദിസ്. സോ 7 നോക്ക്. യെസ്, ഇവിടെ ക്ലോറിൻ, ഇവിടെ ബ്രോമിൻ. ഓക്കെ, അത് നമുക്ക് കിട്ടി. ഇനി അവിടെ ഒന്ന് പ്രയോറിറ്റി ഒന്ന് അസൈൻ ചെയ്യുക. ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പൊ ആദ്യത്തെ പ്രയോറിറ്റി ബ്രോമിൻ, രണ്ടാമത്തെ പ്രയോറിറ്റി ക്ലോറിൻ, ദെൻ മൂന്നാമത്തെ പ്രയോറിറ്റി എവിടേക്ക് വരാം? തേർഡ് പ്രയോറിറ്റി ഇതായിരിക്കും, ഈ താഴെ. ആൻഡ് ദിസ് വിൽ ബി 4. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ക്ലോറിനും ബ്രോമിനും ഒന്നും എഴുതണ്ട, പ്രയോറിറ്റീസ് മാത്രം എഴുതിയാൽ മതി. സോ ദിസ് വിൽ ബി 1, ദിസ് വിൽ ബി 2, ദിസ് വിൽ ബി 3 ആൻഡ് ദിസ് വിൽ ബി 4. ഇത്രയേ ഉള്ളൂ. ഫിഷർ കിട്ടിയില്ലേ? ഫിഷർ കിട്ടി. 1, 2, 3 ഓറിയന്റേഷൻ ആന്റി ക്ലോക്ക് വൈസ്. S 4 എവിടെ കിടക്കണേ? Vertical. So there is no change in configuration. Configuration is S. ഓക്കെ, അപ്പൊ നമ്മൾ അവിടെ വെച്ച് നിങ്ങൾ നോക്കട്ടെ. ജസ്റ്റ് അവിടെ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പൊ അവിടെ നിങ്ങൾ ജസ്റ്റ് ഫിഷർ ആക്കി മാറ്റുക. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് ഫിഷർ ആക്കി മാറ്റുക. ഓക്കെ, ഓക്കെ, നമ്മളൊന്ന് ട്രൈ ചെയ്യോ? നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്യേ. ക്ലോറിൻ, ഹൈഡ്രജൻ, 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 COOH, NH2. Okay, so here, here and here. ഒന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഒരെണ്ണം ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് നെയിം ചെയ്യാം. ദിസ് വിൽ ബി A, ദിസ് വിൽ ബി B, ദിസ് വിൽ ബി C ആൻഡ് ദിസ് വിൽ ബി D. തിരിച്ചറിയാനാട്ടോ. A, B, C, D. നിങ്ങൾക്ക് UPSC നമ്പർ ചെയ്യാം കേട്ടോ, ഒരു കുഴപ്പമില്ല. The absolute configuration of CSR വന്നൊരു ചോദ്യമാണ്. The absolute configuration of two chiral centers of minus camphor is. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ട്. മൈനസ് എന്ന് പറയുന്നത് ലീവോറോട്ടറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണ്. ഓക്കെ, ദിസ് വൺ. ഓപ്ഷൻസ് 1R 4R, B 1S 4R, C 1R 4S, D 1S 4S. ട്രൈ ചെയ്യാട്ടോ. CSIR ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ കേട്ടോ. സോ താങ്ക് യു, ഗുഡ് നൈറ്റ്.
സാർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കാണിക്കൂ സാർ. ആ യെസ് ഇതല്ലേ? ഓക്കെ സാർ. ഓക്കെ സർ ആ ബ്രിഡ്ജ്ഡ് കോമ്പൗണ്ട്സിന്റെ ആ സ്ലൈഡ് ഒന്ന്